Good morning, dear friends. Welcome back to our business studies classes. Today we are going to discuss about our new topic, that is principles of management. It is the second chapter in the plus 2 business studies subject. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണ് എന്നും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ സിഗ്നിഫിക്കൻസും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആസ് എൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ദെൻ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നോളി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് സ്കോളേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, മാനേജ്മെന്റ് സ്കോളേഴ്സ്, അതായത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിസ്റ്റുകളായിട്ടുള്ള FW ടൈലറും അതേപോലെ തന്നെ ഹെൻറി ഫയോളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അല്ലെ. ആരാണ് FW ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവാണ് FW ടൈലർ എന്ന് പറയുന്നത്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും അദ്ദേഹത്തിന്റെ ഈ പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ടെക്നിക്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല ശ്രദ്ധിച്ചിരുന്നു. അത് നമുക്ക് ആരാണ് FW ടൈലർ എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. അദ്ദേഹം ഒരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു അപ്രന്റൈസ് ആയിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ ആസ് എ ട്രെയിനി എന്നുള്ള രീതിയിൽ എഞ്ചിനീയർ ആയിട്ട് മിഡ്വെൽ സ്റ്റീൽ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും തുടർന്ന് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആയിട്ട് അവിടെ ഉയരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബത്ലഹാം സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാറുകയും അവിടെ കൺസൾട്ടന്റ് ആയിട്ട് നിയമിതനാവുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തി. ഏകദേശം 2 ഡെക്കേഡ്സോളം അദ്ദേഹം പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി. അദ്ദേഹത്തിന് മനസ്സിലായി ഒരു സ്ഥാപനത്തെ എഫിഷ്യന്റ് ആക്കണമെന്നുണ്ടെങ്കിലും അവിടുത്തെ റിസോഴ്സുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിലും മാത്രമേ ഒരു സ്ഥാപനത്തിന് സൗണ്ട് ഓർഗനൈസേഷൻ ആയിട്ട് ഒരു നല്ല സ്ഥാപനമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അദ്ദേഹത്തിന്റെ പഠനത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസുകളൊക്കെ അദ്ദേഹം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകവും, അതേപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഷോപ്പ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കാര്യമായിട്ടും മെയിനായിട്ടും ഊന്നൽ നൽകിയിട്ടുള്ളത് അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ എന്തിന് അപ്ലൈ ചെയ്യാം? സയൻസിന് അപ്ലൈ ചെയ്യാം. ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ സയന്റിഫിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ഈ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. മറക്കരുത്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഹു ഈസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിനായിട്ട് 4 പ്രിൻസിപ്പിൾ ആണ് ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് 4 പ്രിൻസിപ്പിൾസ് ആണ്. ആ 4 പ്രിൻസിപ്പിൾസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താ സയന്റിഫിക് മാനേജ്മെന്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. Scientific management, according to the father of scientific management, that is Frederick Winslow Taylor, defined scientific management as the art of knowing exactly what you want men to do and seeing that they do it in the best and cheapest manner. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്? എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു. നമ്മൾ എന്താണോ ചെയ്യാനിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അത് എങ്ങനെ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും ലളിതമായ രീതിയിലും എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. ചുരുക്കി പറഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ് അല്ലേ. മാനേജ്മെന്റിൽ എന്തിനെ അപ്ലൈ ചെയ്യാം? സയൻസിന് അപ്ലൈ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ കഴിയും?
ഇവിടെ നല്ല രീതിയിൽ സൗണ്ട് ഓർഗനൈസേഷൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 4 പ്രിൻസിപ്പിളുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തത്വമാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആണ് വേണ്ടത്, അല്ലാതെ എന്തല്ല റൂൾ ഓഫ് തമ്പ് മെത്തേഡ് അല്ല എന്നാണ് പറഞ്ഞത്. നോട്ട് റൂൾ ഓഫ് തമ്പ്. ഇവിടെ അദ്ദേഹം പറയുന്നത് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് പറഞ്ഞത്. സയന്റിഫിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലാതെ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് മെജോറിറ്റി ആളുകൾ അതിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. മറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? സയന്റിഫിക്കലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് സയന്റിഫിക്കലായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തെടുക്കേണ്ടത്? തീരുമാനങ്ങൾ. ഒരു സ്ഥാപനത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം? നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, അതിലൂടെ സക്സസ് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് ആണ് വേണ്ടത്, അല്ലാതെ എന്തല്ല റൂൾ ഓഫ് തമ്പ് അല്ല. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആളുകൾ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെജോറിറ്റി അഭിപ്രായത്തിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഭിപ്രായത്തിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക അല്ല വേണ്ടത്. മറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നുള്ളത്. കൃത്യമാണല്ലോ. There should be conducting a scientific investigation to make decisions in an organization. Then രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. എന്താ ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐക്യം. ഐക്യമാണ് അവിടെ വേണ്ടത്, അല്ലാതെ നോട്ട് ഡിസ്കോർഡ്. എന്തല്ല വേണ്ടത്? ഭിന്നിപ്പല്ല. ഭിന്നിപ്പിന് പകരം അവിടെ എന്താണ് വേണ്ടത്? ഐക്യമാണ്. These principles state that there should be harmony between managers and the workers. അവിടെ നല്ലൊരു ഐക്യം വേണം. ആര് തമ്മിൽ? മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും അവിടെ ഐക്യം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ FW ടൈലർ പറയുന്നത്. അവിടെ രണ്ടാളുകളും, അതായത് മാനേജ്മെന്റും അതേപോലെ തന്നെ വർക്കേഴ്സും ചിന്തിക്കേണ്ടത് അവർ രണ്ടുപേരും ഈ സ്ഥാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് രണ്ടാളുകളും തമ്മിൽ നല്ല ഐക്യത്തോട് കൂടിയിട്ട് മുന്നേറിയെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സാധ്യമാകുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെത്തണം. ഇങ്ങനെയുള്ള ഒരു ഹാർമണി അവിടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ there should be change their attitude towards the organization. അവരുടെ ആറ്റിറ്റ്യൂഡിനെ, അവരുടെ മനോഭാവത്തെ അവരെന്ത് ചെയ്യണം? സ്ഥാപനത്തിന്റെ ആ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സിനെ അവരെന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഇങ്ങനെ ഈ ഒരു മനസ്സിനെ മാറ്റുന്ന ആ ഒരു പ്രക്രിയക്ക് FW ടൈലർ പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്, ഒരു വാക്കുണ്ട്, മെന്റൽ റെവല്യൂഷൻ. മറക്കരുത്, മെന്റൽ റെവല്യൂഷൻ, മാനസിക വിപ്ലവം എന്ന് പറയും. മാനസിക വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? Change in the mental attitude of workers and managers towards the organization is called mental revolution. Change in the attitude of mental attitude of workers and management. മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും മെന്റൽ ആറ്റിറ്റ്യൂഡിനെ എന്ത് ചെയ്യാം? ഏതിലേക്കാണ് മാറ്റേണ്ടത്? ടുവാർഡ്സ് ദ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനും വേണ്ടിയിട്ടാണ് അവർ അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾക്കറിയാം, പല ആളുകളും അവിടെ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പൊ അവരുടെ ആ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആ ഒരു മനോഭാവത്തെ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. ആ ആളുകളുടെ ബിഹേവിയറിനൊക്കെ മാറ്റിയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തെ ഇതിലേക്ക് മാറ്റിയാണ് ഓർഗനൈസേഷന്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റുന്നതിനെയാണ് മെന്റൽ റവല്യൂഷൻ, മാനസിക വിപ്ലവം എന്ന് FW ടൈലർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെന്റൽ റവല്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹാർമണി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തേണ്ടത്. അപ്പോൾ സ്ഥാപനത്തിൽ ഹാർമണിയാണ് വേണ്ടത്, അതല്ലാതെ എന്തല്ല? നോട്ട് ഡിസ്കോർഡ്, ഭിന്നിപ്പ്. പരസ്പരം ഭിന്നിപ്പല്ല. മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, എംപ്ലോയീസ് എന്ന് പറയുന്നത് മറ്റൊരു താഴെത്തട്ടിലുള്ളതാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കില്ല വേണ്ടത്. പരസ്പരം അവർ തമ്മിൽ എന്ത് വേണം? ഒരു ഹാർമണി വേണം എന്നതാണ്.
റൈറ്റ്. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം. എന്താ കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസിന് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. നമ്മുടെ ഹാർമണി നോട്ട് ഡിസ്കോർഡിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം. ഇവിടെ കോപ്പറേഷൻ എന്ന് പറഞ്ഞത് ദർ ഷുഡ് ബി ഹെർട്ടി കോപ്പറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഇടയിൽ നല്ല സഹകരണം വേണം. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണമാണ്. ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാലോ നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നതിനാണ് ഇൻഡിവിജ്വാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വാലിസം അല്ല അവിടെ വേണ്ടത്, മറിച്ച് എന്താണ് വേണ്ടത്? കോപ്പറേഷൻ. അവിടെ എന്ത് വേണം? പരസ്പരം വർക്കേഴ്സും മാനേജേഴ്സും ഒക്കെ തമ്മിൽ എല്ലാ കാര്യങ്ങളിലും കോപ്പറേഷൻ വേണം. അവിടെ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മാനേജേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ദെൻ അവരുടെ ഏതെങ്കിലും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു സ്ഥാപനമായി തീരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? കോപ്പറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഇപ്പൊ 3 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് സയൻസ് ആണ് വേണ്ടത്, നോട്ട് റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പിലല്ല വേണ്ടത്, മറിച്ച് എന്താണ് വേണ്ടത്? സയൻസ് ആണ് വേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഐക്യമാണ് വേണ്ടത്, അല്ലാതെ ഭിന്നിപ്പല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റിൽ, മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം. നമ്മൾ തമ്മിൽ പരസ്പരം കോപ്പറേഷൻ, സഹകരണങ്ങൾ വേണം. ദെൻ എന്തല്ല വേണ്ടത്? ഇൻഡിവിജ്വാലിസം. ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ എന്നുള്ള വാശിയിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചു കൊടുക്കണം, സഹായിച്ചു കൊടുക്കണം. Then the last principle invented by the F.W. Taylor is development of each and every person to his greatest efficiency and prosperity എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. അതിൽ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ ആളുകളുടെയും ഡെവലപ്മെന്റ്. എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിനും ഡെവലപ്മെന്റ് വേണം, വർക്കേഴ്സിനും ഡെവലപ്മെന്റ് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും സപ്പോർട്ടുകളും ഒക്കെ കൊടുത്തുകൊണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹയർ ലെവൽ പൊസിഷൻസ്, അവരിപ്പോൾ വർക്ക് ചെയ്യുന്ന ലെവലിൽ നിന്നും മാറിയിട്ട് ഹയർ ലെവൽ പൊസിഷൻസ് അക്വയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവിടുത്തെ വർക്കേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിലൂടെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ എഫിഷ്യൻസിയും വർദ്ധിക്കും, അവരുടെ പ്രോസ്പെരിറ്റി, അവരുടെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ എന്ത് ചെയ്യും? അവിടെ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 4 പ്രിൻസിപ്പിൾസ് ആണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ഇൻവെന്റഡ് ബൈ ദ F.W. Taylor, Frederick Winslow Taylor, scientific. He is the father of scientific management. 4 പ്രിൻസിപ്പിൾ ആണ്. സയൻസ്, നോട്ട് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്, ദെൻ 2 ഹാർമണി നോട്ട് ഡിസ്കോർഡ്, 3 കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വാലിസം, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. 4 പ്രിൻസിപ്പിളാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കൽ നിർബന്ധമാണ്. ദെൻ ഈ 4 പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ 4 പ്രിൻസിപ്പിൾസിനെയും പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് ടെക്നിക്സും കൂടെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടെക്നിക്സ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. 1 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, 2 സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, 3 മെത്തേഡ് സ്റ്റഡി, 4 മോഷൻ സ്റ്റഡി, 5 ടൈം സ്റ്റഡി, 6 ഫാറ്റീഗ് സ്റ്റഡി, ദെൻ 7 ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വേജ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വേജ് സിസ്റ്റം. ഇങ്ങനെ 7 ടെക്നിക്കുകളാണ് F.W. ടൈലർ ഈ 4 പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സൗണ്ട് ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്സ് ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a process of separation of planning and execution function at shop floor.
സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ഷോപ്പ് ഫ്ലോർ. ഷോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിലെ ഏറ്റവും ലോവർ ലെവൽ മാനേജ്മെന്റിന് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാണ്. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? രണ്ട് വിഭാഗമായിട്ടാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റും ആണ്. അതിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ ഞാൻ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതായത് പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊഡക്ഷൻ മാനേജർ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാനേജറിന്റെ കീഴിൽ വരുന്നതാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഷോപ്പ് ഫ്ലോറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അതായത് എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവിടെ നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഈ പ്ലാനുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ 8 ആളുകളാണ് ടോട്ടൽ ഉള്ളത്. 8 മാനേജേഴ്സ് ആണുള്ളത്. ഒരു വർക്കറിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് കൊടുക്കാൻ 8 മാനേജേഴ്സ് ഇവിടെ ഉണ്ട്. അതിൽ 4 ആളുകൾ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലും മറ്റു 4 ആളുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള 4 ആളുകളാണ്. ഒന്ന് റൂട്ട് ക്ലർക്ക്, 2 ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, 3 ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, 4 ഡിസിപ്ലിനേറിയൻ. ഇങ്ങനെ 4 ആളുകളാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഈ 4 ആളുകളായിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ 4 ആളുകൾ, 4 മാനേജേഴ്സ് ഉണ്ട്. അവരാണ് 1 ഗാങ് ബോസ്, 2 സ്പീഡ് ബോസ്, 3 റിപ്പയർ ബോസ്, 4 ഇൻസ്പെക്ടർ എന്നുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ 4 ആളുകളാണുള്ളത്. ദെൻ ഈ ഓരോ ആളുകളുടെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒന്നാമത്തെ ആളാണ് റൂട്ട് ക്ലർക്ക് എന്ന് പറയുന്നത്. ഈ റൂട്ട് ക്ലർക്കിന്റെ എന്താണ് റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളി. ഡിറ്റർമൈനിങ് ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ ടാസ്ക്. റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈനിങ് ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ സീക്വൻഷ്യൽ ഓർഡർ ഒന്ന് കഴിഞ്ഞ ഒന്ന് എന്നുള്ള രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, മുൻകൂട്ടി തീരുമാനിക്കുന്നത് ആരാണ്? റൂട്ട് ക്ലർക്കാണ്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ റൂട്ട് ഏതൊക്കെയാണ്, സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? റൂട്ട് ക്ലർക്കാണ്. അപ്പൊ റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലർക്ക് ഹു ഡിറ്റർമൈൻ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ ടാസ്ക് എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ആളാണ് ഇവിടെ പറയുന്നത്, രണ്ടാമത്തെ ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. ആരാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹു പ്രിപ്പയർ ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. ഹു പ്രിപ്പയർ ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് എന്ത് ചെയ്യും? അവർ വരുമ്പോൾ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് തയ്യാറാക്കും. ഓരോ വർക്കേഴ്സിനും ഓരോ ഇൻസ്ട്രക്ഷൻ കാർഡ് തയ്യാറാക്കും. ആ കാർഡിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് തയ്യാറാക്കി വർക്കേഴ്സിന് കൊടുക്കുന്ന ആളാണ് ആര്? ഇൻസ്ട്രക്ഷൻ കാർഡ്. അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ കാർഡിൽ തയ്യാറാക്കി കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. മൂന്നാമത്തെ ആളാണ് ഇവിടെ വരുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ ആവറേജ് ടൈം ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ടാസ്ക് ആൻഡ് he record the actual time taken for completing a particular job. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ആക്ച്വലി എത്ര ടൈം അവിടെ എടുത്തിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ കോസ്റ്റും എത്ര ചെലവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലർക്കാണ് ആര്? ഈ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഒരു പെർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം അവരെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന് എത്ര ചെലവ് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ക്ലർക്കാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ദെൻ നാലാമത്തെ ആളാണ് ഡിസിപ്ലിനേറിയൻ. ഡിസിപ്ലിനേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിസിപ്ലിനേറിയൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ എൻ ഓർഗനൈസേഷൻ. അദ്ദേഹം സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഡിസിപ്ലിൻ, അതായത് അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവരുടെ എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് ഒക്കെ പാലിച്ചുകൊണ്ട് അവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ആളാണ് ആര്? ഡിസിപ്ലിനേറിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ 4 ആളുകളെ നമ്മൾ ചർച്ച ചെയ്യാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒന്നാമത്തെ ആളാണ് ഗാങ് ബോസ് എന്ന് പറയുന്നത്. ഗാങ് ബോസ് എന്ന് പറഞ്ഞാൽ ഹു അറേഞ്ചേഴ്സ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ ദ വർക്ക്.
ഹു അറേഞ്ച് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ ദ വർക്ക്. അപ്പോൾ ഈ ഗാങ് ബോസിന്റെ ജോബ് എന്താ, അവിടെ വർക്കേഴ്സ് ജോലി ചെയ്യാൻ വരുമ്പോൾ അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസും അവരുടെ എക്യുപ്മെന്റ്സുകളോ മെഷീൻസോ ഒക്കെ റെഡി ടു വർക്ക് ആയിരിക്കണം, വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം, എല്ലാം ശരിയാക്കി വെക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, ഗാങ് ബോസിന്റെ ഡ്യൂട്ടി. രണ്ടാമത്തെ ആളാണ് സ്പീഡ് ബോസ്. ആരാ സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ എന്തായിരിക്കും അയാളുടെ ജോലി എന്ന്. ഹു എൻഷുർ വർക്കേഴ്സ് പെർഫോമൻസ് അറ്റ് ദ റിക്വയർഡ് സ്പീഡ്. അവിടെ ആവശ്യത്തിന് സ്പീഡിൽ അവരുടെ വർക്കുകൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ആളാണ് ആര്, സ്പീഡ് ബോസ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ആളാണ് റിപ്പയർ ബോസ്. റിപ്പയർ ബോസ് എന്ന് പറഞ്ഞാല് അയാളുടെ ഡ്യൂട്ടി എന്തായിരിക്കും, മെയിൻറ്റെയിൻ ദ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഓഫ് ദ മെഷീൻസ്. അത് റിപ്പയർ ചെയ്യുക, മെയിൻ്റനൻസ് ആവശ്യമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്, റിപ്പയർ ബോസിനാണ്. എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ വർക്കർ ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്, ഈ റിപ്പയർ ബോസിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ മെഷീൻസ് അല്ലെങ്കിൽ ടൂൾസ് റെഡി ടു യൂസ് ആക്കി കൊടുക്കുക. ദെൻ നാലാമത്തെ ആളാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ചെക്ക് ചെയ്യുക അല്ലെ. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 8 ആളുകളുടെ ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റിനെ, ഷോപ്പ് ഫ്ലോർ മാനേജ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് 4 ആയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഷോപ്പ് ഫ്ലോറിനെ മാനേജ് ചെയ്യുന്നതിനാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ 8 ആളുകളും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകളാണ് എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോപ്പ് ഫ്ലോറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വർക്കേഴ്സിന് ഈ 8 ആളുകളുമായിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സിന് ഈ 8 ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യാം വ്യത്യസ്ത ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, ഇതിനാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടെക്നിക്കാണ് FW ടൈലർ കൊണ്ടുവന്നിട്ടുള്ള രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്താ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡർഡൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ആക്ടിവിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. എല്ലാ ആക്ടിവിറ്റികൾക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ്, സ്റ്റാൻഡേർഡ് ക്യാൻ ബി സെറ്റ് അപ്പ് ഫോർ പ്രോസസ്, റോ മെറ്റീരിയൽസ്, മെത്തേഡ്സ്, പ്രോഡക്റ്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് രീതി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഇന്ന ഷേപ്പിൽ ഇന്ന സൈസിലുള്ള പ്രോഡക്റ്റുകൾ, ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്ത് കൊടുക്കാം, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു സ്റ്റാൻഡേർഡ്, ഇന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്, ഇന്ന ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്, ഇന്ന ഷേപ്പിലുള്ള പ്രോഡക്റ്റ്, ഇന്ന നിറത്തിലുള്ള പ്രോഡക്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഓരോ ആക്ടിവിറ്റികളും കണ്ടക്ട് ചെയ്യും. ഇപ്പം അവിടെ വർക്കിംഗ് ടൈമിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി മുതൽ 5 മണി വരെ, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. വർക്കേഴ്സ് 9 മണിക്ക് വരണം, 5 മണിക്ക് പോകണം. അതേപോലെ അവിടെ ഔട്ട്പുട്ടിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ഒരു ദിവസം ഒരു വർക്കർ മിനിമം 10 യൂണിറ്റ് അല്ലെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഇന്ന ഷേപ്പിലുള്ള, ഇന്ന രീതിയിലുള്ള, ഇന്ന ആകൃതിയിലുള്ള പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനെ വേണ്ടി സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എന്താ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ് ഓഫ് അൺനെസസറി പ്രോഡക്ട്സ് ഓർ ആക്ടിവിറ്റി. ആവശ്യമില്ലാത്ത സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ചെരുപ്പ് ഉണ്ടാക്കുന്ന, ഒരു ഷൂസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ അവരുടെ സൈസ്, ഇപ്പോൾ ഷൂ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു ആഡിക്കേറ്റ് ആയിട്ടുള്ള 5 മുതൽ 6, 7, 8, 9, 10 വരെയൊക്കെ നമ്മൾക്ക് എന്താണ് മൂവ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള സൈസുകളാണ് അല്ലെ. ദെൻ അതിന്റെ മേലേക്കുള്ളത് 12 സൈസ് അല്ലെങ്കിൽ 15 സൈസ് വലിയ സൈസുകളൊക്കെ അത് സൂപ്പർഫ്ലുവസ് ആണ്, നമുക്ക് ആവശ്യമല്ല. കാരണം അത് അങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിൽക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ പ്രോഡക്റ്റിലൊക്കെ ഒഴിവാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. മനസ്സിലായോ? അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അത്തരം മെത്തേഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഉള്ള രീതിയാണ് സിംപ്ലിഫിക്കേഷൻ. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ FW ടൈലർ കൊണ്ടുവന്നിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ്, രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടെക്നിക്കാണ് മെത്തേഡ് സ്റ്റഡി. എന്താ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
മെത്തേഡ് സ്റ്റഡി ഈസ് എ ടെക്നിക് ടു നോ വൺ ബെസ്റ്റ് മെത്തേഡ് ടു ഡു എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഏതാണ് ബെസ്റ്റ് മെത്തേഡ്, ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിനാണ് മെത്തേഡ് സ്റ്റഡി. അതിനെക്കുറിച്ച് പഠനം നടത്താം. ഏത് മുതൽ ഒരു ഉൽപ്പന്നം നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ മുതൽ അതിന്റെ കൺസംഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് മെത്തേഡിലൂടെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്തുന്നതിനാണ് മെത്തേഡ് സ്റ്റഡി. ഇങ്ങനത്തെ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ എന്താ അതിന്റെ ബെനിഫിറ്റ് എന്താ, ബെസ്റ്റ് മെത്തേഡ് ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ആ പഠനത്തിലൂടെ. അപ്പൊ ആ ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കഴിയും, നമുക്ക് ഒരുപാട് വേസ്റ്റേജുകൾ കുറക്കാൻ പറ്റും, നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒരു രീതി നമുക്ക് അതിലൂടെ ആർജിച്ചെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞത് ടെക്നിക് ടു നോ വൺ ബെസ്റ്റ് മെത്തേഡ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ജോബ്. ഇതിനാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ നാലാമത്തതാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ this is a study about the movement of a worker in an organization, movement of a person in an organization. എന്താണ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ഓരോ വർക്കേഴ്സിന്റെയും മൂവ്മെന്റിനെ കുറിച്ചുള്ള പഠനം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഠനം കണ്ടക്ട് ചെയ്യുന്നത്? ടു അവോയ്ഡ് അൺനെസസറി മൂവ്മെന്റ്, ടു എലിമിനേറ്റ് അൺനെസസറി മൂവ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അവിടെ അനാവശ്യമായിട്ട് ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ടാവും. ഈ മൂവ്മെന്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു മെഷീനറി നിൽക്കുന്ന സ്ഥാനം ഇവിടെയാണെങ്കിൽ ആ മെഷീനറിക്കുള്ള റോ മെറ്റീരിയൽ ഒരു 100 മീറ്റർ അകലെയാണെങ്കിൽ ആ റോ മെറ്റീരിയൽ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഒരു മെഷീനറിയുടെ ഉള്ളിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ ആ ഒരു മൂവ്മെന്റ്, അത്രയും 100 മീറ്ററോളം പോകുന്ന മൂവ്മെന്റ് അവിടെ ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. അതിനെ ചുരുക്കിയിട്ട് മെറ്റീരിയൽസിന്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് മെഷീനറി വെക്കുന്നത് എങ്കിൽ ആ മൂവ്മെന്റ് ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് റോ മെറ്റീരിയൽസ് എടുത്തിട്ട് മെഷീനറിയുടെ ഉള്ളിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ വർക്കേഴ്സിന്റെ മൂവ്മെന്റിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിനനുസരിച്ച് അവിടുത്തെ മെറ്റീരിയൽ മെഷീൻസും അവിടെ ആളുകളുടെ പൊസിഷനുകളും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലാഭിക്കാം. സമയവും മൂവ്മെന്റും ചെലവുകളും ഒക്കെ ലാഭിച്ചിട്ട് നല്ലൊരു എഫിഷ്യന്റ് ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റാൻ സാധ്യമാകും എന്നുള്ളതാണ് ഈ മോഷൻ സ്റ്റഡിയിലൂടെ. എന്തിനു വേണ്ടിയിട്ട് ഈ മോഷൻ മൂവ്മെന്റിനെ കുറിച്ചുള്ള പഠനം എന്തിനു വേണ്ടിയിട്ട് നടക്കുന്നത്? ടു എലിമിനേറ്റ് unnecessary or unwanted movement among the workers, right? Then അഞ്ചാമത്തെ ടെക്നിക്കാണ് ടൈം സ്റ്റഡി. എന്താ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a study about the time required for completing a particular job. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും, ഒരു ആവറേജ് വർക്കർക്ക് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് എന്ത് പറയുന്നത്? ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ആ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? അവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ഒരാളെ കൊണ്ട് ഒരു ദിവസം എത്രത്തോളം ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ ഒരു ടൈം സ്റ്റഡിയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ടൈം സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആറാമത്തെ ടെക്നിക്കാണ് ഫാറ്റീഗ് സ്റ്റഡി. എന്താ ഫാറ്റീഗ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം അല്ലേ. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് അനുഭവപ്പെടും? ക്ഷീണം അനുഭവപ്പെടും. അപ്പൊ അവരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ടയേർഡായിട്ട് അവർക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അവിടെ കൃത്യമായിട്ടൊരു ഫാറ്റിഗ് സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് എപ്പോഴാണോ റെസ്റ്റ് വേണ്ടത്, അവിടെ ഒരു റെസ്റ്റ് ഇന്റർവെൽ ആവശ്യമാണ്. ആ റെസ്റ്റ് ഇന്റർവെൽ എപ്പോൾ കൊടുക്കണം എന്നുള്ളതിന് അതിലൊരു ആപ്റ്റ് ആയിട്ടുള്ള സമയത്താണ് എന്ത് കൊടുക്കേണ്ടത്? അവർക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ റെസ്റ്റ് ഇന്റർവെൽ എപ്പോൾ വേണം എന്നതിനെ കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് ഫാറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫാറ്റീഗ് സ്റ്റഡി ഈസ് ദ ടെക്നിക് ഓഫ് ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് required to complete a particular task എന്നുള്ളതാണ് ഫാറ്റീഗ് സ്റ്റഡി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. എപ്പോഴാണോ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സമയം അല്ലെ. ഹ്യൂമൻ ബീങ്സ് ആണ്, നിരന്തരം വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ഷീണിക്കും.
അവർക്ക് റെസ്റ്റ് കൊടുക്കേണ്ടി വരും. എപ്പോൾ കൊടുക്കണം അല്ലേ? അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ ഇത് സഹായകമാകും എന്നുള്ളതാണ്. ഇതാണ് ഫാറ്റീഗ് സ്റ്റഡി. ഇനി ഒരു ടെക്നിക്കും കൂടെ ഉള്ളത്, ഏതാണത്? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. എന്താ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇവിടെ FW ടൈലർ പറഞ്ഞിട്ടുണ്ട്. FW ടൈലർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതിന്റെ പ്രത്യേകത, ഒരു സ്ഥാപനത്തിൽ 2 റേറ്റുകളാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. ഒരു സ്ഥാപനത്തിൽ 2 റേറ്റുകളാണ് ഉള്ളത്. ഒരു സ്ഥാപനത്തിൽ 2 റേറ്റുകൾ, ഒരു ഹയർ റേറ്റ് ഉണ്ടാകും, ഒരു ലോവർ റേറ്റ് ഉണ്ടാകും. എന്തിനാണെന്ന് അറിയത്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു വർക്കർക്ക്, ഒരു ആവറേജ് വർക്കർക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്പർ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഒരു ആവറേജ് വർക്കർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റിന്റെ എണ്ണം 30 എന്നാണ്. 30 യൂണിറ്റ് ആണ് ഒരു ദിവസം ഒരു വർക്കർ, ആവറേജ് വർക്കർ പ്രൊഡ്യൂസ് ചെയ്യാം. ആ 30 യൂണിറ്റ് ഒരു ദിവസം ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 30ഓ അതിൽ കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഹയർ റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പീസിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 രൂപ. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ കൊടുക്കണം? 10 രൂപ കൊടുക്കണം. അങ്ങനെ 30 അല്ലെങ്കിൽ 30ന്റെ കൂടുതലോ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു യൂണിറ്റിന് എത്ര വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്? 10 രൂപ വെച്ചിട്ട്. അപ്പൊ 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജ് എത്രയാണ്? 30 × 10 300 രൂപ അല്ലെ. 31 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 31 × 10 310 രൂപ. 32 ആണെങ്കിൽ 320 രൂപ. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഹയർ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ ലോവർ റേറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? ഒരു ദിവസം ആവറേജ് വർക്കർക്ക് 30 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും. അത്ര എന്താ പറയാ, വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കഴിവില്ലാത്ത, പല കാരണങ്ങളാൽ കഴിവില്ലാത്ത വർക്കേഴ്സ് ഉണ്ടാകും. അപ്പൊ അവർക്ക് 30 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കും. ലോവർ റേറ്റ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 8 രൂപ. നേരത്തെ ഹയർ റേറ്റ് നമ്മൾ എത്ര കൊടുത്തത്? 10 രൂപ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 8 രൂപയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വർക്കർ അവിടെ ഒരു ദിവസം 28 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അയാൾ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്റ്റാൻഡേർഡ് എത്രയാണ്? 30 ആണ് സ്റ്റാൻഡേർഡ്. അയാൾ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അയാൾക്ക് നമ്മൾ ലോവർ റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 8 രൂപ. അപ്പൊ 8 × 28 എത്രയാണോ അതാണ്, ആ എമൗണ്ട് ആണ് അയാൾക്ക് കൊടുക്കുക. 300 രൂപ തയ്യൽ ഏകദേശം 252 254 രൂപയൊക്കെ ആയിരിക്കും ഇയാൾക്ക് കിട്ടുക. ഇതെന്തിനെങ്ങനെ കൊടുക്കുന്നത്? എഫിഷ്യന്റ് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എഫിഷ്യന്റ് വർക്കേഴ്സിനെ കൂടുതലും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ഹയർ റേറ്റ്. അപ്പോൾ കൂടുതൽ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ അധികം ആളുകളും വർക്ക് ചെയ്യും അല്ലേ. അങ്ങനെ ഒരു മോട്ടിവേഷൻ അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. എഫിഷ്യന്റ് വർക്കേഴ്സിനെയും ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സിനെയും വേർതിരിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും ടെക്നിക്കുകളാണ് FW ടൈലർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 4 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു, 7 ടെക്നിക്കുകളും പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ 4ഉം സയന്റിഫിക് മാനേജ്മെന്റിന്റെ 7 ടെക്നിക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരും എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഉപകാരപ്പെടുന്ന ഒരു പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്കാണ്. ഓക്കെ, താങ്ക് യു.